എൻ്റെ പേര് വിജയമ്മ. ഞാൻ ചിറ്റാറിൽ നിന്ന് വരുന്നു. ഇവിടെ വരുവാൻ കാരണം ഞങ്ങളുടെ അടുത്ത് നിന്നും 3-4 പേര് ഇവിടെ കൃപാസനത്തിൽ വന്ന് അവരിവിടെ നിന്ന് ഉടമ്പടി എടുത്ത പത്രവുമായിട്ട് കടന്നു വന്ന സമയത്ത് ഞാൻ അവരെ കണ്ടുമുട്ടി. അവരെനിക്ക് ഒരു ഉടമ്പടി പത്രം തന്നു. ആ ഉടമ്പടി പത്രം കൊണ്ടുപോയി ഞാൻ 2-3 മാസത്തോളം വീട്ടിൽ വെച്ചിട്ട് എൻ്റെ ഭർത്താവും എൻ്റെ മോളും എന്നെ വഴക്ക് പറഞ്ഞു, ഇനിയും നീ പതിവ് പോലെ തുടങ്ങുകയാണോന്ന്. അപ്പോൾ എനിക്ക് നേരത്തെ മാതാവിനെ വലിയ വിശ്വാസമാണ്. മാതാവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, മാതാവിൻ്റെ അടുത്ത് പോവും, ധ്യാനം കൂടുന്നിടത്തെല്ലാം ഞാൻ പോകുമായിരുന്നു. അങ്ങനെ എനിക്ക് വലിയ വിശ്വാസമുള്ളൊരു വ്യക്തിയാണ്. ഈ സമയത്താണ് എൻ്റെ വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റത്ത് ഞാൻ കഴിയുന്ന സമയത്താണ് എനിക്കൊരു അംഗൻവാടി ടീച്ചറാണ് എനിക്ക് ഈ പത്രം കൊണ്ടു തരുന്നത്. ആ ടീച്ചർ തന്ന സമയത്ത് എന്നോട് ഒക്ടോബർ 31-ാം തീയതി അവർ ഇവിടെ പിന്നെയും വരുന്നുണ്ട് പുതുക്കാനായിട്ട്, എന്നോട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വരുവാ, മാതാവിൻ്റെ അടുത്തായിട്ട് ഞാൻ വരുവാണെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ ഉടമ്പടി നിയോഗത്തിൽ എൻ്റെ കാര്യങ്ങൾ ഞാൻ സമർപ്പിച്ചിരിക്കുന്നത് എൻ്റെ വീട്ടിലെ കഷ്ടതകളെക്കുറിച്ചും പിന്നെ എൻ്റെ മകൾ ജോലിയില്ലാതെ കഴിയുന്ന എൻ്റെ മകൾക്ക് വേണ്ടിയും എൻ്റെ ഭവനത്തിലുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ദേശക്കാർക്ക് വേണ്ടിയും എൻ്റെ ബന്ധുമിത്രാദി എല്ലാവരെയും ഞാൻ സമർപ്പിച്ചാണ് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് നിത്യവരുമാനമായിട്ടുള്ളത് എനിക്ക് ഒരു പശുവാണ്. ആ പശുവിൽ നിന്നുള്ള വരുമാനമേ എനിക്ക് എൻ്റെ വീട്ടിലുള്ളൂ. പക്ഷേ അത് എനിക്ക് കിട്ടാതായ സാഹചര്യത്തിൽ ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്ക് വിശ്വാസപ്രമാണം എനിക്ക് കാണാപ്പാടമായി വന്ന് ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ എനിക്ക് ഈ വിശ്വാസപ്രമാണം എന്നുള്ള കാര്യം എനിക്ക് പെട്ടെന്ന് പഠിക്കുവാനൊത്തു. നിത്യ പ്രാർത്ഥനകളെല്ലാം ഞാൻ അതാത് ക്രമം അനുസരിച്ച് ഞാൻ പ്രാർത്ഥിക്കും. ആ സമയത്ത് വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ സന്ധ്യയ്ക്ക് എൻ്റെ ഈ പശുവിനെ ഞാൻ കുളിപ്പിക്കാൻ ഇറങ്ങിയപ്പോഴും എനിക്ക് തോന്നി ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി തൈലവും ഈ ഉപ്പും നമുക്ക് ഉപയോഗപ്പെടുന്നതാണെന്ന് അച്ഛൻ വചനത്തിലൊക്കെ പറയുന്നത് ഞാൻ എപ്പോഴും കേൾക്കുന്നു. അപ്പോൾ ഞാൻ എന്നാ ചെയ്ത് എൻ്റെ ഈ പശുവിൻ്റെ ദേഹത്തെല്ലാം കുളിപ്പിച്ചിട്ട് ഈ ഉടമ്പടി തൈലം പുരട്ടുകയും ഈ ഉപ്പ് അതിന് കാടിയിലിട്ട് കൊടുക്കുകയും ചെയ്തു. ഇത് അന്ന് വൈകുന്നേരം തന്നെ എനിക്ക് ഇത് 1 ലിറ്റർ പാൽ പോലും തരുന്നതല്ല. ഇതെനിക്കൊരു 3-4 ലിറ്റർ പാൽ എനിക്ക് ഈ പശുവിൽ നിന്ന് കിട്ടി. എനിക്കൊരു നല്ല നിത്യ വരുമാനമായി. ആ കാലഘട്ടത്തിൽ പിന്നെയും ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മ മാതാവേ, എൻ്റെ മകൾക്ക് വേണ്ടി എനിക്കൊരു ജോലി നൽകണമെന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ മാതാവ് എന്ത് കാര്യത്തിനും പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്താണോ എൻ്റെ വീടിനുള്ളിൽ ഭയങ്കര സുഗന്ധമായിട്ട് എനിക്ക് തോന്നും. അപ്പം ഞാൻ പറയും, ഇത് എനിക്ക് കാപ്പിയൊന്നും പൂത്തിട്ടില്ല, മുല്ലപ്പൂവില്ല, പിന്നെന്താ എൻ്റെ വീടിനുള്ളിൽ ഇങ്ങനെയെന്ന്. പക്ഷേ അമ്മയുടെ പ്രതികരണമായിരുന്നു. അപ്പോൾ അമ്മയെ ഞാൻ ഇതുപോലെ സ്വപ്നത്തിൽ കാണും. അമ്മയെ ഞാൻ കണ്ടിട്ടില്ല, എന്നാലും ഈ അമ്മയെ ഞാൻ ഇവിടുത്തെ നീല വസ്ത്രത്തിൽ അമ്മ വരുന്നതായിട്ട് എനിക്ക് കാണാം. അമ്മ പറഞ്ഞു, നീ ദുഃഖിക്കേണ്ട, നിനക്ക് വിശ്വാസത്തോട് നീ ഓരോ വചനങ്ങൾ വഴി നീ രക്ഷ പ്രാപിക്കും, നീ ആ വചനം വായിക്കുവാൻ പറഞ്ഞു. അപ്പോഴെനിക്ക് ഈ ബൈബിൾ എടുത്ത് നോക്കുമ്പോൾ എനിക്കിതെന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഓരോ വചനങ്ങളും വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ 500-ൽ പരം വചനങ്ങളോളം ഞാനിപ്പം വായിച്ചു തുടങ്ങി. അന്നേരം എനിക്ക് ആദ്യം പറഞ്ഞു തന്നതാണ് 91-ാം സങ്കീർത്തനം എപ്പോഴും നീ പ്രാർത്ഥിച്ചുകൊള്ളൂ, അതാണ് നിൻ്റെ ജീവിതത്തിൻ്റെ ഉപജീവന മാർഗത്തിലേക്ക് നീ നയിക്കുന്നത്, നിന്നെ രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. ഈ കാലഘട്ടങ്ങളിൽ 2 ആഴ്ച കഴിഞ്ഞു. എൻ്റെ മകൾക്ക് ജോലിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം അടുത്ത് വന്ന് എൻ്റെ മോൾ ഇവിടെ വന്ന് ഞാൻ മോളോട് പറഞ്ഞു, മോനെ ഇവിടെ വന്ന് നീ ഉടമ്പടി എടുക്കാമോ എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത 10ാമത്തെ ദിവസം അവൾക്ക് ജോലി കിട്ടി. അവൾ മസ്കറ്റിലേക്ക് ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ മോള് വിളിക്കുന്നില്ല. ഈ വിളിക്കാത്തതിൻ്റെ കാരണം എന്നാ, ഞാൻ അമ്മയോട് എൻ്റെ സങ്കടം ചോദിച്ചു. അമ്മേ, എൻ്റെ മകൾ വിളിക്കുന്നില്ലല്ലോ, ഞങ്ങൾക്ക് കണ്ണത്ത ഒരു ദൂരത്താണ് എൻ്റെ മോൾ പോയിരിക്കുന്നത്, അതെന്തുകൊണ്ട് എൻ്റെ മോളുടെ കാര്യങ്ങളൊന്നും അറിയുന്നില്ല, കൊണ്ടുപോയ ആൾക്കാരുടെ വിവരങ്ങളും അറിയുന്നില്ല. അപ്പോൾ അമ്മ ഒരു നല്ലൊരു ദർശനം എന്നെ കാണിച്ചു. അമ്മയും ഈശോയും കൂടി വലിയൊരു കടലിൻ്റെ നടുക്ക് ഇങ്ങനെ പ്രത്യക്ഷമായി നിൽക്കുന്നതായിട്ട് എനിക്ക് കാണിച്ചു തരുന്നത്. അമ്മ എനിക്ക് അടയാളം കാണിച്ചു തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മ മാതാവ് അന്നേരം
കാണിച്ചു തന്ന അടയാളമാണ് ഈ കടലിൻ്റെ മീതെ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു 12 മണിയായപ്പോഴും എൻ്റെ മോള് വിളിച്ചു, എൻ്റെ അമ്മേ, എനിക്ക് കടലിൻ്റെ അടുത്താണ് ജോലി കിട്ടിയിരിക്കുന്നത്, അവിടെ ഉമാനിയില, അവിടെ ഒരു ഹോസ്പിറ്റലിൽ അവർക്ക് ജോലി കിട്ടി എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് എൻ്റെ അമ്മ എനിക്ക് കാണിച്ചത് ഈശോയും തന്ന ദർശനം അത് തന്നെ. പിന്നെ മൂന്നാമത്തെ കാര്യം, എൻ്റെ മോള് പോയി കഴിഞ്ഞ് ഒത്തിരി ബാധ്യത ഞാൻ നിൽക്കുന്ന സമയത്ത് അവൾക്ക് 2 മക്കളുണ്ട്. അതിലൊരു പൊടിക്കുഞ്ഞിന് തീരെ വയ്യാത്ത അവസ്ഥയിൽ കിടക്കുന്നു. ഞാൻ ഒരു 6-6:30 ആയി, കുഞ്ഞ് വല്ലാണ്ടങ്ങ് പനിച്ചങ്ങ് തുടങ്ങി. അപ്പോൾ എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ, എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ മാതാവേ, ഞാൻ എന്ത് ചെയ്യും ഈ കുഞ്ഞുങ്ങളെയും വെച്ചോണ്ട്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നിയതെന്താ, നീ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് നിനക്ക് തന്ന ഉപ്പും തൈലവും എടുത്ത് നിൻ്റെ മക്കൾക്ക് വേണ്ടി നിനക്ക് സംരക്ഷിക്കായി തന്നതാ, അത് നീ ഉപകരിക്കാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്നെടുത്ത് ഈ തൈലം എടുത്ത് എൻ്റെ മോൻ്റെ നെറ്റി പുരട്ടി, ശരീരത്തും പുരട്ടി, പിന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ അടുത്ത് കുറേ നേരം ഇരുന്നു കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞ് ചാടി എഴുന്നേറ്റ്. അന്ന് മുതൽ ഇന്ന് വരെയും എൻ്റെ കുഞ്ഞിന് ഒരു പനിയോ ഒരു രോഗങ്ങളോ എൻ്റെ ഭവനത്തിലുണ്ടായിട്ടില്ല. പിന്നെ ഞാൻ പ്രഷർ ജോലി ചെയ്യുന്നുണ്ട്. പത്രങ്ങൾ എല്ലായിടത്തും കൊണ്ടു നടന്ന് കൊടുക്കും. ഇവിടുന്ന് 10-30 പത്രം, ഞാൻ 30 കെട്ട് പത്രമോളം ഞാൻ കൊണ്ടുപോയി. അത് തന്നെയല്ല, എൻ്റെ ദേശം മൊത്തം പരിശുദ്ധയമ്മയുടെ അനുഗ്രഹമായി തീർന്നു. എൻ്റെ ദേശക്കാർ മൊത്തം ഇവിടെ കടന്നു വന്നു. ഇന്നും ഞങ്ങൾ വന്നിട്ടുണ്ട്, 3-4 പേര് വന്നിട്ടുണ്ട്. എൻ്റെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ ദേശം മൊത്തം പരിശുദ്ധയമ്മയുടെ അഭിഷേകത്താൽ നിറയണമെന്നാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഞങ്ങൾ ദേവാലയങ്ങളിൽ കൊണ്ടുപോയി, വൃദ്ധന്മാർ താമസിക്കുന്നിടത്ത് കൊണ്ടുപോയി ഞാൻ പൈസ കൊടുത്തു. എൻ്റെ മോടെ ആദ്യത്തെ ശമ്പളം ഞാൻ കൊണ്ടുവന്ന് കിട്ടിയ ഉടനെ ഞാൻ അന്ന് ഇവിടെ ഓടി വന്നു, അതും ഇവിടെ കൊടുത്തു. പിന്നെ ഞങ്ങളുടെ 2 മഠമുണ്ടായിരുന്നു, അവിടെ കൊടുത്തു. പിന്നെ എൻ്റെ ഈ പശുവിൽ നിന്നും ആദ്യം കിട്ടിയ ആദായം ഞാൻ ആ മഠത്തിൽ കൊണ്ടുപോയി, പിച്ചു കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ആ മഠത്തിൽ എൻ്റെ ആദായത്തിൻ്റെ ഒരു ഓഹരി ഞാൻ അവിടെ കൊടുത്തു. ഇതെല്ലാമാണ് എൻ്റെ ഈ അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും സാന്നിധ്യത്തിൽ എനിക്ക് സമർപ്പിക്കാനുള്ളത്. എൻ്റെ ഈശോയുടെയും മാതാവിനും ഞാൻ 1 കോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഇനിയും എനിക്ക് ഈ ആൽത്താരയിലേക്ക് കടന്നു വരുവാൻ എനിക്ക് അനുഗ്രഹം നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്